ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. ഹദീസ് പഠന ക്ലാസ് 27. വിശുദ്ധ ഖുർആൻ ശുപാർശകനാകാൻ ഉള്ള മാർഗമെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഹദീസ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണം. നബി തങ്ങളെ പ്രത്യേകം പാരായണം ചെയ്യാൻ വേണ്ടി നമ്മെ പ്രേരിപ്പിക്കുകയാണ്. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. വിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാളിൽ അത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ശുപാർശയായി വരുന്നതാണ്. നാളെ മഹ്ശറയിൽ നമുക്ക് ആർക്കും രക്ഷപ്പെടാൻ പെടുത്താൻ ആളില്ലാത്ത സമയത്ത് വിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുന്നവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ നമുക്ക് ശുപാർശ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ഖുർആൻ പാരായണം ചെയ്യണം. വിശുദ്ധ റമളാനാണ് വരുന്നത്. ആ വിശുദ്ധ റമളാൻ വരുമ്പോൾ നമ്മുടെ അയിമ്മത്തുകളൊക്കെ എത്രയോ ഖത്മുകൾ തീർത്തവരായിരുന്നു. ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു തന്നെ ദിവസവും വിശുദ്ധ റമളാനിൽ 2 ഖത്മ് തീർത്തവരാണ്. അതുകൊണ്ട് തന്നെ അല്ലാത്ത റമളാൻ അല്ലാത്ത സമയത്ത് ശാഫി ഇമാമ് 1 ഖത്മ് തീർത്തവരാണ് ദിവസവും. നമ്മളൊരു വർഷമായിട്ടും 1 ഖത്മ് തീരുന്നില്ല. റമളാനിൽ നമുക്ക് എത്ര ഖത്മ് തീർക്കാൻ കഴിയുന്നു? മഹാന്മാർ പലരും ആഴ്ചയിൽ 1 ഖത്മ് തീർക്കുന്നവരുണ്ട്, ആഴ്ചയിൽ 2 ഖത്മ് തീർക്കുന്നവർ ഉണ്ട്. കഴിഞ്ഞ കാലത്ത് മാത്രമല്ല, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മഹാന്മാരെ കൂട്ടത്തിലുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്താണ് രാത്രിയും പകലും യാത്രയിലും നാട്ടിലും ഖുർആൻ ധാരാളം പാരായണം ചെയ്യണം. ഓരോ ഹർഫിനും ഓരോ 10 ഹസനത്ത് 10 അശ്റ മിസ്ലി സവാബ് എത്തുന്നതാണ്, 10 ഇരട്ടി പ്രതിഫലം. ചില മഹാന്മാർ ഫീ കുല്ലി ശഹ്റൈനി ഖത്മാ, 2 മാസത്തിൽ 1 ഖത്മ് തീർക്കുന്ന മഹാന്മാരുണ്ട്. ചില മഹാന്മാർ അത് 1 ജുസ് വീതം ഓതിയാൽ അങ്ങനെ ലഭിക്കും. ചില മഹാന്മാർ മാസത്തിൽ 1 ഖത്മ് തീർക്കുന്നവരുണ്ട്. ചില മഹാന്മാർ 10 രാത്രിയിൽ 1 ഖത്മ് തീർക്കുന്നവരുണ്ട്. ചില മഹാന്മാർ 8 രാത്രിയിൽ 1 ഖത്മ് തീർക്കുന്നവരുണ്ട്. ഒരാഴ്ചയിൽ 7 രാത്രി കൊണ്ട് 1 ഖത്മ് തീർക്കുന്ന മഹാന്മാരുണ്ട്. ഒരാഴ്ചയിൽ ഖത്മ് തീർക്കലാണ് സലഫുകൾ അധികവും എന്ന് എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്കാറിൽ പറയുന്നു. 6 രാത്രി കൊണ്ട് തീർക്കുന്നവരുണ്ട്, 5 രാത്രി കൊണ്ട് തീർക്കുന്നവരുണ്ട്, 4 രാത്രി കൊണ്ട് തീർക്കുന്നവരുണ്ട്. ധാരാളം ആളുകൾ കസീറൂന ഫീ കുല്ലി സലാസ്, 3 രാത്രി കൊണ്ട് തീർക്കുന്നവരായിരുന്നു. ചില മഹാന്മാരിൽ അധികവും കുറെ ആളുകൾ തന്നെ കാന കസീറൂന യഖ്തിമൂന ഫീ കുല്ലി യൗമിൻ വലൈല ഖത്മാ, രാത്രിയും പകലുമായി 1 ഖത്മ് തീർക്കും. എന്തൊരു വലിയ മഹാന്മാർ! അതുപോലെ രാത്രിയും പകലുമായി 2 ഖത്മ് തീർത്തവരുമുണ്ട്. ഖതമ ജമാഅത്തും ഫീ കുല്ലി യൗമിൻ വലൈല ഖത്മത്തൈൻ. ഹദീസുൽ ഉലമാ ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്കാറിൽ രേഖപ്പെടുത്തുകയാണ്, രാത്രിയും പകലും കൂടി 2 ഖത്മ് തീർക്കുന്നവരുണ്ട്. വിശുദ്ധ റമളാനിൽ നമ്മുടെ ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു 2 ഖത്മാണ് തീർത്തിരുന്നത്. ഓരോ രാത്രിയും ഓരോ പകലും 2 ഖത്മ് തീർക്കും. അതുപോലെ റമളാൻ അല്ലാത്തപ്പോൾ ഓരോ ദിവസവും അവർ 1 ഖത്മ് തീർക്കും. ചില മഹാന്മാർ 1 പകലും രാത്രിയും കൂടി 3 ഖത്മ് തീർത്തവരുമുണ്ട്. മഹാന്മാര് പറയുന്നു, ഖത്മ ബഅ്ളുഹും, ഇമാം പറയാണ്, ചില മഹാന്മാർ ഖത്മാക്കിയത് ഫിൽ യൗമി വൽ ലൈല 8 ഖത്മാത്, രാത്രിയും പകലും കൂടി 8 ഖത്മ്. ശാഫി ഇമാമൊക്കെ ഖത്മ് തീർക്കുമ്പോൾ ദർസ് നടത്തുന്നുണ്ട്, അതുപോലെ ഫത്വ കൊടുക്കുന്നുണ്ട്, കിതാബ് ഇജ്തിഹാദ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നു. വേറെ ചില മഹാന്മാർ രാത്രി 4 പകല് 4 അങ്ങനെ 8 ഖത്മ്. അതുപോലെ വമിമ്മൻ ഖതമ 4 ഫിൽ ലൈലി 4 ഫിൻ നഹാർ,
ആരാണ് രാത്രി 4 പകല് 4 ഖത്മ് തീർത്തവർ? അസ്സയ്യിദുൽ ജലീൽ ഇബ്നുൽ കാത്തിബ് സൂഫി റളിയല്ലാഹു അൻഹു. സൂഫി എന്ന് വരുമ്പോൾ തലവെട്ടുന്നവരുണ്ട്. മുഹദ്ദിസുൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു മഹാന്മാരെ സൂഫിയാക്കളെ പറ്റി പറയുകയാണ്. ഇതാണ് നമ്മൾ രാത്രിയും പകലും ഏറ്റവും കൂടുതൽ ഓതിയത്. 8 ഖത്മ് ഓതിയതായിട്ടാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. ഒരു കാൽമൽ നിന്നിട്ട് ഒരു ഖത്മ് തീർത്തോവരെന്ന് ഇമാമിന് ഷാഫി ഇമാം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുമ്പോ അതെങ്ങനെ സാധിക്കുമെന്ന് പരിഹസിക്കുന്നവരുണ്ടല്ലോ. എങ്കിൽ ഇമാം ഈ പറഞ്ഞത് പച്ചപ്പൊള്ളാണോ മൗലവിമാരെ? ഇല്ല, മറിച്ച് അങ്ങനെ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകിയാൽ സാധിക്കും. ഖുർആനിലേക്ക് എന്ന് പറഞ്ഞ് നടക്കുന്നവർ മാത്രം സാധിക്കില്ല, മറിച്ച് അതനുസരിച്ച് അമൽ ചെയ്യണം, അത് പാരായണം ചെയ്യണം. പരിഭാഷ നോക്കി കുത്തർന്നാൽ അത് പാരായണം ചെയ്യാൻ കഴിയില്ല. ഇതിന്റെ അർത്ഥം അറബിയിൽ പഠിച്ച് മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.